പ്രിയ കർത്താവേ, ഈ സമയത്ത് ലോകരാജ്യങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ കഷ്ടത്തിലൂടെ കടന്നുപോയ യേശുവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച മഹത്വപൂർണമായ ഈ പുതിയ ജീവിതത്തെ വിശ്വാസത്താൽ ഓരോ കുടുംബങ്ങളിലേക്കും ഞാൻ അയക്കുന്നു, വ്യക്തികളിലേക്ക് ഞാൻ അയക്കുന്നു. പരിശുദ്ധ ആത്മാവേ, ഈ സമയത്ത് സ്വാന്തനമായി വീടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. അവിടുത്തെ വലിയ നിറവും ആശ്വാസവും കൊണ്ട് ഓരോ ശരീരങ്ങളും നിറയുമാറാകട്ടെ, ഓരോ മനസ്സുകളും നിറയുമാറാകട്ടെ. ദുഃഖാർത്ഥമായ കുടുംബാന്തരീക്ഷങ്ങൾ മാറി മറിയട്ടെ, വേദനകൾ തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷങ്ങൾ മാറി മറിയട്ടെ. തോറ്റു പിൻവാങ്ങിപ്പോയവർ ജയിച്ച് മുന്നേറട്ടെ. അവരിൽ വന്ന ഈ ജീവന്റെ വാല്യൂ അവർ തിരിച്ചറിയട്ടെ. അവരിൽ വന്ന ശക്തി അവർ പരിശുദ്ധ ആത്മാവേ, ഇപ്പോൾ തന്നെ ഞാൻ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു, ഓരോ കുടുംബങ്ങളും മഹത്വപൂർണമാവട്ടെ, കുടുംബ ജീവിതങ്ങൾ മഹത്വപൂർണമാവട്ടെ. തോൽക്കപ്പെട്ടവരും തോൽപ്പിക്കപ്പെട്ടവരും എന്നെ കേൾക്കുന്നു. അവരുടെ മേൽ ജയത്തിന്റെ അഭിഷേകം വന്ന് വീഴട്ടെ. അതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ. ലോകമെമ്പാടും ഇന്ന് ടെലിവിഷനിലൂടെ ഞങ്ങളെ വീക്ഷിക്കുന്നവരെ പാലായിൽ നിന്ന് തിങ്കളാഴ്ച തോറും നടക്കുന്ന മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളുടെ വീട്ടിൽ വരുവാൻ, ടെലിവിഷനിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾക്കായിട്ട് യേശുവിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം ചിന്തയ്ക്കായിട്ട്. രശ്മിയോട് വായിക്കുമ്പോൾ ദയവായി നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചാട്ടെ. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ, അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഞാൻ അത്രയും തന്നെ എടുത്തുകൊണ്ട് അത് വിശദീകരിക്കുകയാണ്. കാരണം ഇനിയൊരു വിശദീകരണം കൂടാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗമാണത്. അതുകൊണ്ട് തന്നെ അത്രയും ഭാഗം എടുത്തുകൊണ്ട് ഞാനിവിടെ വിശദീകരിക്കുകയാണ്. പുനരുത്ഥാനം വഴി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തുവിലുള്ള അവകാശങ്ങളെ കൊടുക്കുവാൻ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ പദ്ധതി ഒരുക്കി. ആ ദൈവിക പദ്ധതിയുടെ തികവാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ യേശുവിൽ ഒരുക്കിയ ദൈവിക പദ്ധതിയുടെ തികവാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ വെളിപ്പെട്ടു വന്നത്. നമുക്കായി ലഭിക്കപ്പെട്ട അവകാശത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. ക്ഷയം, മാലിന്യം, വാട്ടം ഇവ ഏൽക്കാത്തതും സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ അവകാശത്തിലേക്കാണ് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. നിങ്ങളും ഞാനും ഈ അവകാശത്തിൽ വീണ്ടും ജനിക്കാൻ പോകുന്നു എന്ന കാര്യം കാലാരംഭം മുതലേ ദൈവം ജനതകളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ 11-ാമത്തെ വാക്യത്തിൽ ഒരു 3 ചിന്തകൾ പെട്ടെന്ന് നമ്മൾ എടുക്കുകയാണ്. അതിൽ 1-ാമത്തെ ചിന്തയാണ് അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും. ആരാണ് ഈ അവർ എന്നറിയണമെങ്കിൽ 10-ാമത്തെ വാക്യം കൂടെ ഒന്ന് ദയവായി ശ്രദ്ധിച്ചാട്ടെ. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച്, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന, അപ്പൊ നിങ്ങളുടെ പേര് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. പഴയ നിയമത്തിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന രക്ഷയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. ആ പ്രവാചകന്മാർ 2 കാര്യം കണ്ടിരുന്നു. അവർ 2 കാര്യത്തെ കണ്ടത് എങ്ങനെയാണെന്ന് ഇവിടെ വായിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ ആത്മാവ്, അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവാണ് അവർക്കത് വെളിപ്പെടുത്തി കൊടുത്തത്. 10-ാം വാക്യം കൂടെ ഒന്ന് ചേർത്തൊന്ന് പിടിച്ച് ഒന്നോടൊന്ന് വായിച്ചേ, അപ്പോൾ അത് കൂടുതൽ തെളിയും. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച്. അന്ന് അത് വരുവാനിരിക്കുന്ന കൃപയായിരുന്നു, എന്നാൽ ഇന്ന് അത് വന്ന കൃപയാണ്. യേശുക്രിസ്തുവിലൂടെ വന്ന കൃപയാണ്. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. നിങ്ങൾക്ക് വരുന്ന ഈ രക്ഷയെക്കുറിച്ച് ആരാഞ്ഞന്വേഷിച്ചിരുന്നു. അപ്പോൾ അവരാരാഞ്ഞന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരു രക്ഷ വരുന്നുണ്ട്, ഇങ്ങനെ രക്ഷ പ്രാപിക്കുന്ന ഒരു
ദൈവമക്കളുണ്ട്, അവകാശികളായി തീരുന്ന ഒരു ദൈവമക്കളുണ്ട്, ദൈവത്തിൻ്റെ അവകാശത്തിൽ ജനിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവർക്കത് മനസ്സിലായി കേട്ടോ. ആർക്കാ? പ്രവാചകന്മാർക്കും മുമ്പുണ്ടായിരുന്നവർക്കും അത് മനസ്സിലായി. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് അത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് ആ വാക്യത്തിൽ കണ്ടത്. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും. രണ്ട് കാര്യങ്ങളെയാണ് അവർക്ക് കാണിച്ചു കൊടുത്തത്. ഒന്ന്, ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടത്തെയും, അടുത്തത് പിൻവരുന്ന മഹിമയെയും. അത് രണ്ടും നമ്മളൊന്ന് എടുക്കാനായിട്ട് പോവുകയാണ്. ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടത്തെയും കഷ്ടത്തോടുകൂടെ പിൻവരുന്ന മഹിമയെയും. എന്നോട് ചേർന്നൊന്ന് പറയാമോ അത് രണ്ടെണ്ണം? ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടത്തെയും കഷ്ടത്തോടുകൂടെ വരുന്ന വലിയ മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ. അപ്പൊ അവര് മുൻകൂട്ടി ഇത് സാക്ഷീകരിച്ചു. സാക്ഷി ആരാ? കണ്ടവനാ സാക്ഷി. അപ്പൊ അവരത് കണ്ടു. ആരാ ഇത് കണ്ടേ? പ്രവാചകന്മാർ കണ്ടു. എന്തുവാ പ്രവാചകന്മാർ കണ്ടേ? നിങ്ങൾക്കും എനിക്കും വെച്ചിരിക്കുന്ന യേശുക്രിസ്തുവിലുള്ള അവകാശത്തിന്റെ വലിപ്പം പ്രവാചകന്മാർ കണ്ടു. കണ്ട പ്രവാചകന്മാർ മുൻകൂട്ടി സാക്ഷീകരിച്ച് പറഞ്ഞു, ഞങ്ങൾ കണ്ടു കേട്ടോ. എന്നാ നിങ്ങൾ കണ്ടേ? യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന അവകാശത്തിൻ്റെ വലിപ്പം ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് അവർ വിശദീകരിക്കുകയാണ്. എന്താണ് അവർ കണ്ടേ? രണ്ട് കാര്യം അവർ കണ്ടു. ഒന്ന്, ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും ആ കഷ്ടം അനുഭവിച്ച ശേഷം പിൻവരുന്ന മഹിമയും. ആ രണ്ടാമത്തെ ഭാഗത്തിലാണ്. ഒന്നാമത്തെ ഭാഗം ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടമാണ്, രണ്ടാമത്തെ ഭാഗമാണ് പിൻവരുന്ന മഹിമ. അപ്പം പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ വ്യക്തമായ ചിത്രം കണ്ട പ്രവാചകന്മാരൊക്കെ ഉണ്ടായിരുന്നു പഴയ നിയമത്തിൽ. പുറമുഴവുചാല് പോലെ കീറപ്പെട്ടു. അത് വായിച്ചിട്ടില്ലേ നിങ്ങൾ? കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് രൂപം വിരൂപമായി, അറുക്കുവാൻ കൊണ്ടുപോകുന്ന രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയായി, മിണ്ടാതിരുന്നു, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇതെല്ലാം യെശയ്യാവെന്ന് പറയുന്ന വലിയ പ്രവാചകൻ. യെശയ്യാവ്, യിരെമ്യാവ് ഒക്കെ വലിയ പ്രവാചകന്മാരുടെ നിരയിലാണ് പഴയ നിയമത്തിൽ നിൽക്കുന്നത്. ഇത് കണ്ടിട്ട് ഇവർ പറയാണ്, ഈ വരുന്ന കഷ്ടങ്ങളുടെ മുഴുവൻ വിശദീകരണം നൽകുകയാണ്. യേശുവിനെ പിടിക്കും, യേശുവിനെ അടിക്കും, അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരിക്കും. സമ്പന്നനാകുന്ന യോസഫിൻ്റെ കല്ലറയിൽ യേശുവിനെ, അരിമത്തിക്കാരനായ യോസഫിൻ്റെ കല്ലറയിൽ യേശുവിനെ കൊണ്ടുവെക്കും. പാറയിൽ വെട്ടിത്തീർത്ത ഒറ്റ കല്ലറ സമ്പന്നന്മാർക്ക് മാത്രം അന്നുണ്ടായിരുന്നത്. ആ കല്ലറയിൽ കൊണ്ട് കർത്താവിനെ വെക്കും. ഇതെല്ലാം മുൻകൂട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. യേശു വരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു ജനിക്കുമെന്നും ജനനത്തിൻ്റെ വിധം, ജീവിതത്തിൻ്റെ വിധം, മരണത്തിൻ്റെ വിധം എല്ലാം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. കർത്താവ് കടന്നു പോകേണ്ടിയ കഷ്ടാനുഭവങ്ങൾ ഇതെല്ലാം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പ്രവാചകന്മാർക്ക് രണ്ട് കാര്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഒന്ന്, ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും, രണ്ടാമത്തേത് പിൻവരുന്ന മഹിമ. കഷ്ടം അനുഭവിച്ച യേശുവിലൂടെ പിന്നീട് പുറപ്പെടുന്ന മഹിമ. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, കഷ്ടം അനുഭവിച്ച യേശുവിലൂടെ പിന്നീട് പുറത്തു വരുന്ന മഹിമ. ഇതിനെ കുറിച്ച് അന്ന് പ്രവാചകന്മാർ കണ്ടു. എന്നിട്ട് ഇവിടെ പത്രോസിലേക്ക് എഴുതുമ്പോൾ പറയാണ്, അവര് കണ്ടത് ആർക്കു വേണ്ടിയാണെന്നറിയോ? താഴേക്ക് വായിച്ചു പോനെ. അത് പിൻവരുന്ന മഹിമയെ മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ. 12ാമത്തെ വാക്യം. തങ്ങൾക്കായിട്ടല്ല. കണ്ടവര് പറയാ, ഞങ്ങൾക്കല്ല, പിന്നെ നിങ്ങൾക്കായിട്ടത്രേ. ഞങ്ങൾക്ക് വേണ്ടി അല്ല ഞങ്ങൾ കണ്ടേ, നിങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങൾ കണ്ടേ. കണ്ടവര് പറയാണ്, എന്താ കണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന വലിയ രക്ഷയുടെ മഹത്വത്തെക്കുറിച്ച് കണ്ടവർ പറയുക, ഞങ്ങൾക്ക് വേണ്ടി അല്ല ഞങ്ങൾ കണ്ടേ, നിങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങൾ കണ്ടേ, ഞങ്ങൾക്കായിട്ടല്ല. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. പ്രവചിച്ച പ്രവാചകന്മാർക്ക് മനസ്സിലായി, ഇത് പ്രവചിക്കാനേ ഞങ്ങൾക്ക് യോഗമുള്ളൂ, ഇത് ഞങ്ങൾക്ക് കിട്ടത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അവരെന്നാലും വിളിച്ചു പറഞ്ഞു, എന്തോ ഒരു വലിയ സംഭവം വരണുണ്ട് കേട്ടോ. അത് ഇന്നതാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ മനസ്സിലായ കാര്യം അവർ വിളിച്ചു പറഞ്ഞു, മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി കഷ്ടമനുഭവിക്കുന്ന യേശുവിലൂടെ ഒരു വലിയ മഹത്വപൂർണമായ ജീവിതം പുറത്തു വരുന്നുണ്ട്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഓ ഹല്ലേലൂയ. കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന യേശുവിൻ്റെ കൂടെ മഹത്വപൂർണമായി തീരുന്ന ഒരു ജീവിതം ഉണ്ട് എന്ന് അവര് പ്രവചിച്ചു.
ഹല്ലേലൂയ. പ്രവാചകന്മാർ പ്രവചിച്ചു. കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി തങ്ങൾക്കായിട്ടല്ല. വായിച്ചോ അതൊന്നുകൂടെ. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ആ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിപ്പോ ഗ്രഹിപ്പിച്ചിരിക്കും. അപ്പൊ സുവിശേഷം അറിയിച്ചവര് നിങ്ങളോട് പറഞ്ഞത് ഒരു പുതിയ കാര്യമല്ല. ഇത് കാലഘട്ടങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. എന്നാൽ ഇപ്പോൾ സുവിശേഷത്തിലൂടെ അത് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുകയാണ്. ദൈവം അന്ന് പ്രവാചകന്മാരോട് പറഞ്ഞത് സുവിശേഷ മുഖാന്തരം നിങ്ങളുടെ പോക്കറ്റിലായിരിക്കുകയാണ്, നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് ഇത്രയും വലിയ ദൈവിക അവകാശം? അതിനെക്കുറിച്ച് മേളിൽ ഞാൻ ഞായറാഴ്ച പറഞ്ഞതായതുകൊണ്ട് ഞാൻ ആ വാക്ക് പെട്ടെന്നൊന്ന് വായിച്ചു വിടാം. 5-ാമത്തെ വാക്യം. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിലായ നിങ്ങൾ ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ എത്താത്ത അവകാശത്തിനായി നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഈ ക്ഷയമില്ലാത്തതിന്റെ അവകാശിയായി നിങ്ങൾ മാറിയിരിക്കുന്നു. അതവിടുത്തെ കാര്യം. നിങ്ങളെ അവകാശിയാക്കിയിരിക്കുന്നു എന്ന സത്യം പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടിരുന്നു. എന്നാൽ അവർക്കത് വെളിപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടായില്ല. എന്നാൽ നിങ്ങൾക്ക് ഗുണമുണ്ടായി. എന്നാന്നറിയോ? സ്വർഗത്തിൽ നിന്ന് അയച്ച, വായിച്ചോ ആ വാക്യം വായിച്ചു മോനെ. തങ്ങൾക്കായിട്ടല്ല, 12-ാമത്തെ വാക്യം. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. ഏത് നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു? നിങ്ങൾ അവകാശികളാണ്. നിങ്ങൾക്ക് ഇത്രയും വലുത് ദൈവം യേശുക്രിസ്തുവിൽ തന്നിരിക്കുകയാണ്. ഇതിന്റെ വില അറിയാതിരിക്കരുത്. ഒന്നുമില്ലാത്ത അനാഥരെ പോലെ ഇരിക്കരുത്. അവകാശികളാന്ന് തിരിച്ചറിയ. ഹല്ലേലൂയ. എന്നതേലും വാങ്ങി പിരിയാൻ വന്നവരല്ല, വീട്ടിൽ ജനിച്ചവരാ നിങ്ങളെന്ന്, നിങ്ങൾ അവകാശികളാണെന്ന്, സൗഖ്യം നിങ്ങളുടേതാണെന്ന്, വിടുതൽ നിങ്ങളുടേതാണെന്ന്, അഭിവൃദ്ധി നിങ്ങളുടേതാണെന്ന്, ഉയർച്ച നിങ്ങളുടേതാണെന്ന്, താഴ്ച നിങ്ങൾ പ്രാപിക്കയില്ല എന്ന്, വാലല്ല തലയാകുമെന്ന്, മതിയെന്ന് പറയുവോളം വർദ്ധിപ്പിക്കുമെന്ന് സുവിശേഷം വന്ന് പറഞ്ഞു. ആ സുവിശേഷത്തിൽ വിശ്വസിച്ചപ്പോ പ്രവാചകന്മാർ കണ്ടത്, ദൂതന്മാർ കുനിഞ്ഞു നോക്കിയത് നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നു. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്ത് ഏറ്റെടുത്തു. ഇപ്പോൾ തന്നെ അതിനെ ഏറ്റെടുത്തു. അത് നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നു, നിങ്ങളിൽ വന്നിരിക്കുന്നു. സ്വീകരിച്ച ദൈവമക്കളെ, നിങ്ങളിൽ വന്നിരിക്കുന്നു. അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് നിങ്ങൾക്കുള്ളിലുണ്ട്. ദൂതന്മാർ പ്രവചിച്ചു പറഞ്ഞത്, ദൂതന്മാർ കുനിഞ്ഞു നോക്കിയത്, പ്രവാചകന്മാർ പ്രവചിച്ചു പറഞ്ഞത്, ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടത്തെയും പിൻവരുന്ന മഹിമയെയും, മഹത്വപൂർണമായ ഹല്ലേലൂയ കഷ്ടത്തിലൂടെ കടന്നുപോയ യേശു മഹത്വപൂർണമായ ഒരു ജീവിതം സമ്മാനിക്കുമെന്നുള്ളത് പ്രവാചകന്മാർ മുമ്പൂട്ടി പറഞ്ഞിരുന്നു. ആ പറഞ്ഞ ജീവിതം യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. എത്ര പേരത് എൻജോയ് ചെയ്യുന്നുണ്ട്? എത്ര പേരത് അനുഭവിക്കുന്നുണ്ട്? എത്ര പേരത് അനുഭവിക്കുന്നുണ്ട്? ഇതിന്ന് അനുഭവിക്കുന്നില്ല, അയ്യോ കഷ്ടം. എൻ്റെ ദൈവമേ, ഇത് കിട്ടിയിട്ട് നിങ്ങൾ ഇത് അനുഭവിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. ഇത് അനുഭവിക്കാൻ തുടങ്ങണം. അതാണ് ഈ യേശുവിലുള്ള ജീവിതം. ഇന്ന് ഞാനിത് പറയുമ്പോൾ തന്നെ ആ അനുഭവമായി നിങ്ങൾക്ക് മാറട്ടെ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന ദൂതന്മാർ കുനിഞ്ഞു നോക്കിയത്. പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കിയപ്പോൾ പറഞ്ഞു, കാണാനേ യോഗമുള്ളൂ, നിങ്ങൾ അനുഭവിക്കുകയല്ല. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ട് അവര് കണ്ടത്. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഇരുന്ന പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷീകരിച്ചവർ വന്നു പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ യേശുക്രിസ്തുവിൽ അവകാശികളാണ്. നിങ്ങൾ പുത്രിപുത്രന്മാരാണ്. നിങ്ങൾ അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ അവകാശം ലഭിച്ചവരാണ്. എത്ര പേരുണ്ട് ഇവിടെ അങ്ങനെ? ഒന്ന് പ്രതികരിച്ചു. ഈ അവകാശത്തിൽ നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്. അതുകൊണ്ടാണ് വചനം പറയുന്ന, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ജന്മം കൊണ്ട് നിങ്ങൾ ഈ അവകാശത്തിൽ വന്നിരിക്കുന്നു. ഒന്ന് അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറ, ജന്മം കൊണ്ട്, യേശുവിനെ സ്വീകരിച്ച് യേശുവിലുള്ള ജനനം കൊണ്ട്. പറഞ്ഞു യേശുവിനെ സ്വീകരിച്ച് യേശുവിലുള്ള ജനനം കൊണ്ട്, കർത്താവ് ഉള്ളിൽ വന്നതുകൊണ്ട്, ഈശോയെ നാഥനായി അംഗീകരിച്ചത് കൊണ്ട്, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഈ അവകാശം ലഭിച്ചിരിക്കുന്നു.
ലഭിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ അവകാശം ഇന്ന് എന്താ അറിയേണ്ടതെന്നറിയാമോ? നിങ്ങളിലുള്ള അവകാശത്തെ ഒന്ന് തിരിച്ചറിയുക മാത്രമാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറ, ഇന്ന് വേറെ ഒന്നുമല്ല സംഭവിക്കേണ്ടത്, ഒരു വലിയ തിരിച്ചറിവാണ് ഇന്ന് സംഭവിക്കണ്ടേ. തിരിച്ചറിവ് ഒന്ന് പറഞ്ഞ്, ഒരാൾക്ക് കൈ കൊടുത്തൊന്ന് പറഞ്ഞ്, ഒരു വലിയ തിരിച്ചറിവായി ഇന്ന് ലഭിക്കട്ടെ. എന്തോ തിരിച്ചറിവാണെന്നറിയാമോ? യേശു ക്രിസ്തുവിൽ എനിക്ക് യേശുവിൻ്റെ പുനരുത്ഥാനം വഴിയായി ഒരുക്കപ്പെട്ട ഒരു അവകാശം, ക്രിസ്തുവിൻ്റെ കഷ്ടം എൻ്റെ തേജസ്സായി മാറ്റിയ ഒരു കാര്യം. അതാ വാക്യത്തിൽ 11-ാം വാക്യത്തിൽ കണ്ട്, ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടത്തെയും അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും ക്രിസ്തുവിന് കഷ്ടവും പിൻവരുന്ന മഹിമയെയും. ക്രിസ്തുവിനോട് കൂടെ പുറത്തു വരുന്ന തലമുറയ്ക്ക് ഒരു മഹിമ. ഒന്ന് പറഞ്ഞു, അത് മഹിമ. ക്രിസ്തുവിന് കഷ്ടം, എനിക്ക് മഹിമ. ഒന്ന് പറഞ്ഞു, ക്രിസ്തുവിന് കഷ്ടം, എനിക്ക് മഹത്വം. ക്രിസ്തുവിന്റെ കഷ്ടമാണ് എന്റെ മഹത്വം. ആ വാക്യം എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആ വാക്യം ഇപ്പം ഇവിടെ പറയാൻ പോവാ, വേണ്ടിവരെ സ്വീകരിച്ചോണം. തങ്ങളുടെ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായത് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താനാണ്. ഒന്ന് സ്വീകരിച്ചു ആ പദം. കഷ്ടാനുഭവങ്ങളാൽ യേശു തികഞ്ഞവനായത് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ അപ്പോസ്തലന്മാർ കണ്ട രണ്ട് കാര്യം നിങ്ങൾ അറിയണം പ്രിയമുള്ളവരെ. പ്രവാചകന്മാർ കണ്ട രണ്ട് കാര്യം നിങ്ങൾ അറിയണം. അവർ ക്രിസ്തുവിന്റെ കഷ്ടവും കണ്ടു, ക്രിസ്തുവിന്റെ കഷ്ടത്തോടു കൂടെ പിൻവരുന്ന മഹിമയും കണ്ടു. ഹല്ലേലൂയ. ആ മഹിമയിലാണ് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. അതാ ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്ന ഭാഗം. ആ മഹിമയ്ക്കകത്താണ് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് പറഞ്ഞു, മഹിമയ്ക്കകത്താണ്. 18-ാം വാക്യം, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള ഇന്നലെ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. കണ്ടോ, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി ഇന്നലത്തെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും. ചേർന്ന് പറഞ്ഞു, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. വിലയേറിയ രക്തം, പ്രഷ്യസ് ബ്ലഡ് കൊണ്ടാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളെ വീണ്ടും എടുത്തതാണ്. നിങ്ങൾ പോയവരായിരുന്നു, നിങ്ങളെ അവിടെ നിന്ന് പിന്നെയും വീണ്ടെടുത്തതാണ്. പൊക്കി പിന്നെയും നിങ്ങളെ അവിടെ നിന്ന് എടുത്തതാണ്. നിങ്ങൾക്ക് റിഡംഷൻ തന്നു, നിങ്ങളെ പൊക്കിയെടുത്തു. എന്തിനാണെന്നറിയാമോ? ഈ അവകാശത്തിൽ നിങ്ങളെ ആക്കി തീർക്കുവാൻ ദൂതന്മാർ കുനിഞ്ഞു നോക്കിയ, പ്രവാചകന്മാർ പ്രവചിച്ച ക്രിസ്തുവിന്റെ കഷ്ടത്തോടുകൂടെ പിന്നീടുള്ള ഒരു ജീവിതം. അതിനെ ഒന്ന് സ്വീകരിച്ച ദൈവമക്കളെ, ക്രിസ്തുവിന്റെ കഷ്ടത്തോടുകൂടെ പിന്നീടുള്ള ഒരു ജീവിതം, ഇതിനെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞു വെച്ചു, ദൂതന്മാർ കുനിഞ്ഞു നോക്കി. നിങ്ങളെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി ഇന്നലത്തെ നടപ്പിന്ന് വിടുവിച്ചു, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കനുമായ കുഞ്ഞാടിന്റെ രക്തത്താൽ. ഹല്ലേലൂയ. 19-ാം വാക്യം, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കനുമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. ഹല്ലേലൂയ. എന്താ ഇതിന് കാര്യം? 20-ാം വാക്യം വായിച്ചവനെ, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. ഈ അന്ത്യകാലത്ത് യേശു വെളിപ്പെട്ടു. ഇവിടെ ഈ അന്ത്യകാലം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇനി സംഭവിക്കാൻ പോകുന്ന അന്ത്യകാലമല്ല. ബൈബിളിൽ ഈ കാലം എന്ന് പറയുന്നതിൻ്റെ വിശേഷണം നിങ്ങൾ അറിയണം. യോഹന്നാൻ പറയുന്നത് കാലം തികഞ്ഞു എന്നാണ്. പക്ഷേ യേശു പറഞ്ഞു തുടങ്ങിയപ്പോഴും പറഞ്ഞത് കാലം തികഞ്ഞു എന്നാണ്. സത്യത്തിൽ എന്താണ് യോഹന്നാൻ പറഞ്ഞ കാലം? എന്താണ് യേശു പറഞ്ഞ കാലം? യോഹന്നാൻ പറഞ്ഞ കാലം ന്യായപ്രമാണ കാലമാണ്. ന്യായപ്രമാണ കാലത്തിൻ്റെ തികവാണ് യേശുവിനോടുകൂടെ ആരംഭിച്ചത്. ഈ യോഹന്നാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പം ന്യായപ്രമാണ കാലത്തിൻ്റെ അവസാനവും യേശു പറഞ്ഞു തുടങ്ങുമ്പോൾ കൃപാകാലഘട്ടത്തിൻ്റെ ആരംഭവും യേശുവിനോട് കൂടെ ആരംഭിക്കുകയാണ്. ഈ അന്ത്യകാലത്ത് എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട സമയത്തെയാണ്. ഇതേ വിശേഷണം തന്നെയാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലും കൊടുക്കുന്നത്. ദൈവം പണ്ട് പ്രവാചകന്മാർ ഭാഗമായി വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുൾ ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുൾ ചെയ്യുവാൻ ഇഷ്ടം തോന്നി. അപ്പോൾ പുത്രൻ മുഖാന്തരം അരുൾ ചെയ്ത കാലഘട്ടത്തെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് അന്ത്യകാലഘട്ടം എന്നാണ്.
അല്ലാതെ ഇനി സംഭവിക്കാൻ പോകുന്ന കാലഘട്ടത്തെക്കുറിച്ചല്ല ഇവിടെ ഈ ഭാഗങ്ങളിൽ അന്ത്യകാലം എന്ന വിശദീകരണം കൊണ്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ എന്താ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്ന ആശയം, ദൂതന്മാർ കുനിഞ്ഞു നോക്കിയ പ്രവാചകന്മാർ പ്രവചിച്ച 2 കാര്യമുണ്ടായിരുന്നു. ഒന്ന്, ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടം, പിന്നെ കഷ്ടം അനുഭവിക്കുന്ന ക്രിസ്തുവിനോട് കൂടെ തുടങ്ങുന്ന ഒരു പുതിയ എറ, ഒരു പുതിയ അധ്യായം. കഷ്ടം അനുഭവിക്കുന്ന ക്രിസ്തുവിന്റെ കൂടെ ആരംഭിക്കുന്ന ഒരു പുതിയ ചരിത്രം. ഇത് 2 പ്രവാചകന്മാർ കണ്ട പ്രവാചകന്മാർ സൂചിപ്പിച്ച സമയം, ഇത് വെളിപ്പെടുമെന്ന് പറഞ്ഞ സമയം ഏതോ എങ്ങനെയോ എന്ന് ആരാഞ്ഞു നോക്കി. അവർക്ക് മനസ്സിലായി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്ക് വേണ്ടി അവർ നോക്കുന്നേ. അങ്ങനെ അന്ന് തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കാണെന്ന് പറഞ്ഞ് അവർ നോക്കിയ അതിലേക്കാണ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. 23-ാമത്തെ വാക്യം നോക്കാം. 23-ാമത്തെ വാക്യം 23. കെടുന്ന ബീജത്താലല്ല, ഉണ്ടോ? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ജീവനുള്ളതുമായ ദൈവത്തിന്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വീണ്ടും ജനിച്ച എവിടെയാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ കഷ്ടത്തിലല്ല, ക്രിസ്തുവിന്റെ കഷ്ടത്തിന് ശേഷം 2 കാര്യം 11-ാം വാക്യത്തിൽ വിശദീകരിച്ചായിരുന്നു. ഒന്ന്, ക്രിസ്തുവിന്റെ കഷ്ടവും, പിന്നെ 2 ചേർന്ന് പറഞ്ഞു, ക്രിസ്തുവിന്റെ കഷ്ടവും പിൻവരുന്ന മഹിമയും. ചേർന്ന് പറ, ക്രിസ്തുവിന്റെ കഷ്ടവും പിൻവരുന്ന മഹിമയും. ഇത് മുൻകൂട്ടി പറഞ്ഞ പ്രവാചകന്മാർ ഇതിനെ നോക്കിയിരിക്കുന്നു. എന്നിട്ട് ഇവിടെ പറയുക, അതിലേക്കാണ് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. 5-ാമത്തെ വാക്യവും ഇപ്പൊ വായിച്ച 23-ാമത്തെ വാക്യവും കൂടെ ചേർത്ത് നമ്മൾ വായിക്കാൻ പോവാണ്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു, നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇനി 23-ാമത്തെ വാക്യം, കെടുന്ന ബീജത്താലല്ല, നിലനിൽക്കുന്നതും കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നിങ്ങൾ ജനിച്ചത് അനാഥരായിട്ടാണെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ചത് അവകാശികളായിട്ട്. എത്ര പേർക്ക് അത് മനസ്സിലായി? എത്ര പേർക്ക് അത് ഒന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജനിച്ചത് അനാഥരായിട്ടാണെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ചത് അവകാശികളായിട്ടാണ്. ജനിച്ചപ്പോൾ പാപിയായിരുന്നുവെങ്കിൽ വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മേളി പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ. വിശുദ്ധനിൽ നിന്നേ വിശുദ്ധന് പുറത്തു വരാൻ പറ്റുള്ളൂ. ഞാനാ നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പൻ ഇതാ, മോൻ അതാകാം. ഹല്ലേലൂയ. കാരണം അപ്പനിൽ നിന്ന് ജനിച്ചവനാ മകൻ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഓ കർത്താവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു വലിയ കാര്യം ഈ വചനത്തിലൂടെ നിങ്ങൾ അറിയാതിരിക്കരുത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നിങ്ങൾ ഈ അവകാശത്തിൽ കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. ആ പദം ഒന്ന് കേട്ടെ. ബീജമാണ് ജനനത്തിൻ്റെ കേന്ദ്രബിന്ദു. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം, അത് ബീജമാണ് ജനനത്തിൻ്റെ കേന്ദ്രബിന്ദു. ബീജവും അണ്ടവും കൂടെ ചേരുമ്പോഴാണ് ജനനമുണ്ടാകുന്നത്. ഇവിടെ വീണ്ടും ജനനത്തിനും അത് തന്നെയാണ്. കെടുന്ന ബീജമല്ല, കെടാത്തതും കെടുന്ന ബീജത്താലല്ല. ബീജത്തിന്റെ പഠനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം, ഏത് സ്പേമം സൂക്ഷിച്ചു വെച്ചാൽ, എത്ര സൂക്ഷിച്ചു വെച്ചാൽ അതിനകത്തുള്ള ജീവാംശം കെട്ടുപോകും. അതിനകത്തുള്ള ജീവൻ ഒരുപാട് സമയത്തേക്ക് വെക്കാൻ കഴിയുകയില്ല, നശിച്ചു പോകും. അത് അറിയാവുന്നവർക്കറിയാം. പക്ഷെ ഇവിടെ പറയുകയാണ്, ഇത് നശിക്കുന്നില്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ബീജമായി പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ ആത്മാവാണ്. ആത്മാവിലേക്കാണ് ഈ ദൈവത്തിൻ്റെ വചനമാകുന്ന ബീജം വന്ന് വീണത്. അവിടെയാണ് വാസ്തവത്തിൽ യേശുവിലുള്ള ജീവിതം തുടങ്ങിയത്. ഈ ജീവിതത്തെക്കുറിച്ച് പ്രവാചകന്മാർ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അവർ വിളിച്ചു പറഞ്ഞു, ഈ മഹത്വപൂർണമായ ഒരു ജീവിതം വരുന്നുണ്ട്. 11-ാമത്തെ വാക്യം ഒന്നുകൂടെ ഞാനത് വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. 11-ാമത്തെ വാക്യം, അവരുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും. അവർ അന്ന് പറഞ്ഞത് ഇതാണ്, പിൻവരുന്ന മഹിമ. യേശുവിന്റെ കഷ്ടത്തിലൂടെ പിന്നീട് വരുന്ന മഹിമ. ഒന്ന് ചേർന്ന് പറഞ്ഞു, യേശുവിന്റെ കഷ്ടത്തിലൂടെ, യേശു കഷ്ടം അനുഭവിക്കുന്നതിലൂടെ. ഒന്ന് കരമുയർത്തി പറയാമോ? യേശു കഷ്ടം അനുഭവിക്കുന്നതിലൂടെ പിന്നീട് വരുന്നവർക്കുള്ള മഹിമ. പിന്നീട് ആ തലമുറയിൽ വരുന്നവർക്കുള്ള മഹിമ.
മഹത്വപൂർണമായ ജീവിതം, പിന്നീട് പുറകെ വരുന്നവർക്കുള്ള മഹത്വപൂർണമായ ജീവിതം. ഈ ജീവിതത്തിലേക്ക് നിങ്ങൾ ജനിച്ചിരിക്കുന്നു. ഈ ജീവിതത്തിൽ നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നു. ഏതിൽ നിന്ന്? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ ഇന്നലത്തെ നടപ്പിൽ നിന്ന് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ഈ പുതിയ അവകാശത്തിൽ നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കരമടിച്ച് യേശുവിന് നന്ദി പറഞ്ഞോ. നിങ്ങൾ അവകാശികളായി തീർന്നിരിക്കുന്നു. ഇന്ന് എന്നെ വ്യക്തിപരമായി കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു അനാഥത്വം ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഈ വചനം നിങ്ങളെ ഉറപ്പിക്കട്ടെ. കടന്നു പോകുന്ന പ്രതിസന്ധികൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ മനസ്സിനെ തളർത്തി നിങ്ങൾ മുമ്പോട്ട് പോവുകയില്ല എന്ന് മുമ്പിൽ വാദിച്ച് നിൽക്കുന്നെങ്കിൽ അതിനെ നോക്കി പറ, ഞാൻ മുമ്പോട്ട് പോകുകയോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എന്നിൽ വന്ന ജീവനാണ്. ആ ജീവൻ ഞാൻ സ്വീകരിച്ച ജീവനാണ്. അത് യേശുവിൻ്റെ ജീവനാണ്. അതിനെ ഇല്ലാതാക്കുവാൻ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങൾക്കും കഴിയുകയില്ല. കാരണം പ്രശ്നങ്ങൾ പുറത്തും ജീവിതം അകത്തുമാണ്. ജീവൻ അകത്തുമാണ്. അകത്തെ ജീവനെ കൊണ്ട് പുറത്തെ വിഷയങ്ങളെ ഞാൻ അഭിമുഖീകരിക്കും. അതിൻ്റെ മധ്യത്തിൽ ഞാൻ ജയാളിയായി തീരുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് ആമേൻ പറയാൻ തുടങ്ങിക്കോ. ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ തന്നെ സ്വീകരിച്ചാട്ടെ. അത് സ്വീകരിച്ചാട്ടെ. നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. 6 മാസമായി അയാൾ പോയിട്ട്. 6 മാസമായി. കരയരുത്. ഇങ്ങോട്ട് നോക്ക. നീ എന്ന് പറയുന്ന വീട് ഇടിഞ്ഞു പോകുന്നത് നോക്കി എല്ലാവരും ഇരിക്കുക. ഇത് പലരും ആഘോഷിക്കുന്നുണ്ടാകും. ഇതിന് നടുവിൽ നീ കരയുമ്പോൾ പിശാച് ചിരിക്കും. പക്ഷെ നീ ഇതിന് നടുവിലൊന്ന് ചിരിച്ചേ. നീ ഇതിന് നടുവിലൊന്ന് പുഞ്ചിരിച്ചേ. ഒന്ന് തൻ്റെ ഇടത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞേ, ഞാൻ നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ കണ്ണുനീരും മാറുന്നു. ചേട്ടായിയെ കൊണ്ട് ഇവിടെ കർത്താവിനെ ആരാധിക്കാൻ വരുന്നു. ഇവളുടെ ഭർത്താവിനെ കൊണ്ട് ഇവിടെ കർത്താവിനെ ആരാധിക്കാൻ വരുന്നു. ഓ യേശുവേ നന്ദി, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് കരമടിച്ചോ. ഇപ്പോൾ തന്നെ ആ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയരെ. ആ കൃപ വ്യാപരിച്ചു. ഓ ഹോട്ടലില് ഇതാ നിന്റെ ചേട്ടായിയെ ഞാൻ കാണുന്നു. ഒരു ഹോട്ടലില് നീട്ടി വീശി ഉണ്ടാക്കുന്ന പൊറോട്ട നടുക്കൂടെ കീറി അത് പാത്രത്തിലാക്കി കൊടുക്കുന്ന ജോലി നിന്റെ ചേട്ടായി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ മകനെ ഇപ്പൊ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുക. എത്ര പേരത് വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല. വ്യക്തമായിട്ട് എനിക്ക് ആ മനുഷ്യനെ ഇപ്പൊ കാണാൻ കഴിയുന്നു. ഓ യേശുവിന്റെ ആ വ്യക്തിയെ എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുന്നു. കണ്ണിൻ്റെ സൈഡിൽ മറുക് വ്യക്തമായിട്ട് എനിക്ക് ആ വ്യക്തിയെ കാണാൻ കഴിയുന്നു. ഇപ്പോൾ തന്നെ ആ മകനെ കർത്താവിൻ്റെ ശക്തി പോയിട്ട് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ദൈവം നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വിശ്വസിക്കാൻ കഴിയും. എന്നാ പെട്ടെന്ന് പോയി റൂമൊക്കെ അടിച്ചു വാരിക്കോ. പുള്ളി വരാൻ സമയമായി. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തോ. ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. യേശുവേ ആമേൻ. കരമടിച്ചൊന്ന് ഈശോയ്ക്ക് മഹത്വം കൊടുത്താട്ടെ. ആ നിൽക്കുന്ന ആ ചുരിദാറിട്ട് ആ സഹോദരി ഒന്ന് കൈ ഉയർത്തിക്കാട്ടെ. മകളെ, നിന്നെ യേശു തൊടുന്നത് ഞാൻ കണ്ടു. എൻ്റെ അടുക്കിലേക്ക് ഒന്ന് ഓടി വരാമോ? കർത്താവേ, യേശുനാഥ, വരിക മകളെ. എന്താ പേര്? പ്രശാന്തി. ഞാൻ ഈ പറഞ്ഞ എവിടെയായിരുന്നു അത്? എത്ര വലിപ്പം ഉണ്ടായിരുന്നു? എത്ര നാളായിട്ട് അതുണ്ട്? സമയങ്ങളൊക്കെ വരും. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. ചില സമയത്ത് മാത്രമേ വരുള്ളൂ. ഇന്നുണ്ടായിരുന്നു? ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു? ഇപ്പൊ അതുണ്ടോ നോക്ക. ഇല്ല. കരങ്ങളെ അടിച്ച് യേശുവിനെ ആരാധന. ഈ സ്ഥിതിയിലായിരിക്കുന്ന 3 പേരൂടെ ഇപ്പോൾ തന്നെ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
നെഞ്ചിലെ മുഴയുമായിട്ട് വന്നിരിക്കുന്ന ആ 3 പേരൊന്ന് കൈ ഉയർത്താമോ? ആ 3 പേര്. ചേച്ചി ഇങ്ങോട്ട് പോരെ ചേച്ചി, പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ. ഇപ്പോൾ തന്നെ നിങ്ങൾ ആ അത്ഭുതം അങ്ങ് സ്വീകരിച്ചു. വന്നാട്ടെ ഇവിടെ കയറി വന്നാട്ടെ. എന്താ പേര്? ബബിത. ഓ, നീ ഇവിടെ നിൽക്കുമ്പോൾ യേശുവിനോട് പറയുന്നു, ക്യാൻസറിനെ കരിച്ചു കളയുക. ഈ മകൾ ഇവിടെ നിൽക്കുമ്പോൾ യേശുവിനോട് അങ്ങനെ പറയുന്നു, ക്യാൻസറിനെ ഈ ശരീരത്തിൽ നിന്ന് കർത്താവ് കരിച്ചു കളയുകയാണ്. ഇവരെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആരാ കരയുന്നത്? അമ്മയാണോ? അമ്മയാ. ഇവൾക്ക് ക്യാൻസറിന്റെ അസ്വസ്ഥതയുണ്ടോ? ഉണ്ട്. ഓഫ്, എൻ്റെ 5 കീമോ കഴിഞ്ഞു. നാളെ 6ാമത്തേന് പോകാനിരിക്കുകയാണ്. ആദ്യമായിട്ടാണോ ഇന്ന് ഇവിടെ വരുന്നത്? ഞാൻ വരുമ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. ജയ്ഹിന്ദ് TV-യിൽ കണ്ടിട്ടുണ്ട് ബ്രദറിനെ. ഓ യേശുവേ നാഥ, മകളെ നീ സൗഖ്യമാവുന്നു. ഈ സമയത്ത് തന്നെ നിന്റെ ബ്രസ്റ്റിൽ നിന്ന് കർത്താവ് എന്തിനെയോ ഇങ്ങനെ എടുത്തു കളയുന്നത് ഞാൻ കാണുന്നു. എനിക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു. ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുകയാണ്. അല്ലേ? അതെ, ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുക. പക്ഷേ നീ ഇവിടെ വന്നു നിന്നപ്പോൾ തന്നെ യേശു എന്നോട് പറഞ്ഞു, ഞാൻ ഇവളുടെ ബ്രസ്റ്റിൽ നിന്ന് അതിനെ എടുക്കുകയാണ്. ഓഫ്, ഇതാണ്ട് ഈ മകളുടെ മേലേക്ക് കർത്താവിന്റെ ശക്തി അടിക്കുന്നു. ഈശോയുടെ മഹത്വം ഈ ശരീരത്തിൽ അടിക്കുന്നു. നമ്മളെ പിടിച്ചോണം. പരിശുദ്ധാത്മാവേ, യേശുവേ, ഇവളിപ്പോൾ തന്നെ ക്യാൻസർ ഒഴിഞ്ഞവളാകട്ടെ. ഓ, ആ മുഴയ്ക്ക് നീ വാഴുവാൻ അധികാരമില്ല. ദേ പോണു, ദേ അഴിഞ്ഞു പോകുന്നു, ദേ അഴിഞ്ഞു പോകുന്നു. ഇറങ്ങിപ്പോ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഓ, അത് അപ്രത്യക്ഷമാവട്ടെ. മകളെ ബബിത, യേശു അതിനെ എടുത്തു മാറ്റിയിരിക്കുന്നു. നിന്റെ ശരീരത്തിൽ ഇപ്പോഴാ ക്യാൻസറിൻ്റെ മുഴയില്ല. യേശു അതിനെ എടുത്തു മാറ്റിയിരിക്കുന്നു. നിന്റെ ആയുസ്സിൽ ഇനി അത് തിരിച്ചു വരികയില്ല. നീ പൂർണ്ണമായി അതിൽ നിന്ന് വിമോചിതയായിരിക്കും. ഇഷ്ടപ്പെട്ടെ? ഏതാ? എത്ര നാളായി പോയിട്ട്? 40 വർഷമായി. ആ, കൊള്ളാം. ചെവി വെള്ളം തെറിച്ചു വീണിട്ട് പാട പൊട്ടിപ്പോയി. ഇപ്പൊ തിരിച്ചു വരും. ക്രൂശിലെ രക്തം യേശുവിനെ ആശ്രയിക്കുന്നു. ഞങ്ങളെ കൊണ്ട് ഇത് സൗഖ്യമാക്കാൻ പറ്റില്ല, പക്ഷെ യേശുവിനത് സൗഖ്യമാക്കാതിരിക്കാൻ പറ്റുകയില്ല. യേശുവേ എന്ന് വിളിച്ചോ, ഉറക്ക വിളിച്ചോ, ഉച്ചത്തിൽ വിളിച്ചോ, വായ് തുറന്ന് വിളിച്ചോ. 40 വർഷമായിട്ടില്ലാത്തത് ഇപ്പൊ തിരിച്ചു വരണേ. ആരാധനയെന്ന് പറഞ്ഞു, ആരാധനയെന്ന് പറഞ്ഞു, യേശുവിന് ആരാധനയെന്ന് പറഞ്ഞു, ഉറക്ക പറഞ്ഞു. 40 വർഷമായിട്ട് പൊട്ടിപ്പോയത് ഇപ്പോൾ തിരികെ വരട്ടെ. ആമേൻ. കഴിഞ്ഞു. മറ്റേ ചെവി അടച്ചോ, കേൾവി ഉള്ള അടച്ചു പിടിക്കേ, തിരിഞ്ഞേ. പേരെന്നാ? ബേബി. ബേബി. വീട്ടിൽ ഭർത്താവുണ്ട്, മകനുണ്ട്, മകൻ്റെ ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്. ഗോപി. റബ്ബർ വിട്ടു ആലേപ്പണി. ഇല്ല, നമ്മുടെ അല്ല, വേറെ. ഉണ്ട്, നന്നായിട്ട് കേൾക്കാം. അതെ അതെ. 40 വർഷത്തിന് ശേഷം ആ മകളുടെ ചെവി ഇന്നാണ് കേൾക്കുന്നത്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താൽ. എന്നാ പേര്? ആ, ലീല ചേച്ചി. ഓ, യേശുവിന്റെ നാമത്തിൽ ഞാൻ
അനുഗ്രഹപ്പെടും യേശുവേ, എൻ്റെ യേശുവേ. ലീല ചേച്ചി, കർത്താവ് എനിക്കിത് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സ്പോട്ടില് ഇവിടെ ഞാൻ ഈ തൊട്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ അത് തന്നെ എക്സാക്ട് സ്പോട്ട്. ഭയങ്കര വേദനയുണ്ട്. ഒരാഴ്ചയായിട്ട് കിടന്നുറങ്ങത്തൊന്നുമില്ല. നാളെ വേണ്ടി എക്സാക്ട്ലി ഇതാ സ്പോട്ട്. അവിടെ ഇരുന്നപ്പോൾ എന്നെ അത് കാണിച്ചു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വിളിച്ചത്. ഇപ്പൊ തന്നെ ഈ മകളുടെ മേലേക്ക് കർത്താവിന്റെ മഹത്വം അടിക്കാൻ പോകും. ദൈവവചനത്തിന്റെ ജീവൻ, ആ വേദന ഇപ്പൊ അപ്രത്യക്ഷമാവുകയാണ്. അത് അപ്രത്യക്ഷമാവുക ആ ശരീരത്തിൽ നിന്ന്. വലിയ സൗഖ്യമാണ്. ഓപ്പറേഷൻ ക്യാൻസൽ ആവുക, ഓപ്പറേഷൻ ക്യാൻസൽ ആവുക യേശുവിന്റെ നാമത്തിൽ. നമ്മൾ എവിടെ ഇരുന്നേ? ബാ, ഇപ്പൊ അതവിടെ ഉണ്ടോ നോക്കിക്കേ, അമർത്തിക്കേ, ഇടിച്ചേ. ഇല്ല 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 ഇല്ല. ഈ ചങ്ങിൻ്റെ ഒരു വശം എനിക്കില്ലെന്ന് തോന്നിപ്പോവുമായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നെല്ലാം ഭയങ്കരമായിട്ട് രാത്രി ലേറ്റിരിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ വിഷമമായിരുന്നു. ഇപ്പം അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇവിടം പൊട്ടിപ്പോകുന്ന പോലെ. ഇപ്പൊ ഇല്ല. കരമടിച്ചോ യേശുവിൻ സന്തോഷത്തോടെ ഒന്ന് വിളിച്ചോ, യേശുവിന്റെ നാമം വിളിച്ചോ. സൗഖ്യം. എന്നാ പേര്? സരോജിനി. സരോജിനി. ഇടത്തെ കൈക്കാ അല്ലേ? എത്ര നാളാ ഇത് വന്നിട്ട്? 6-7 വർഷമായി. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇതങ്ങ് പൊങ്ങുവാ കേട്ടോ. വിശ്വസിക്കുന്നോ? എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ. സ്പർശനം നടക്കുന്നു. സരോജിനി അമ്മ സൗഖ്യമാകുന്നു. 6 വർഷത്തെ ചങ്ങല പൊട്ടുന്നു ഈ കഴിയുന്ന. ഇറങ്ങിപ്പോ. കഴിഞ്ഞു. ആ കൈ ഉയർത്തിക്കോ. കരമടിച്ച 6 വർഷം. പാവം ഒത്തിരി അനുഭവിച്ച് കാണും. അൾസറും ഉണ്ട്. അൾസറില്ലേ? അൾസറും ഉണ്ട്. കുടൽ പുണ്ണ് സൗഖ്യമാണ്. ഫുൾ ടൈമിൽ വയറ്റിൽ എരിച്ചില്ല. ചോദിക്കേ ഇല്ലെന്ന് എന്നാ ചേച്ചി ഇങ്ങനെ ഇരിക്കുന്ന ചോദിക്കേ. എന്നാ പറഞ്ഞേ? ഉണ്ട്. പിന്നെ ഇല്ലാത്ത കാര്യം പറയൂ. കർത്താവ് സൗഖ്യമാണ്. അതും സൗഖ്യമാണ്. എത്ര വർഷമായിട്ട് അൾസർ ഉണ്ട് ചേച്ചി? ഒരു സാധനം എനിക്ക് കഴിക്കാൻ പാടില്ലായിരുന്നു. വെള്ളം മാത്രം കുടിച്ചായിരുന്നു ഞാൻ ജീവിച്ചോണ്ടിരുന്നത്. എരിവൊന്നും ചെല്ലാൻ പറ്റത്തില്ല. പോക്കയോ യേശുവേ, എൻ്റെ യേശുവേ, എന്നെ രക്ഷിച്ച യേശുവേ, ഓപ്പറേഷൻ ടേബിളിൽ എന്നെ രക്ഷിച്ചതാണ് എൻ്റെ യേശുവേ. ഇതാ ഈ മകളെ കർത്താവ് സൗഖ്യമാക്കും. എൻ്റെ യേശുവേ. 6 വർഷത്തെ അത് ഒന്ന് ഉയർത്തി കാണട്ടെ, ഞാൻ കാണട്ടെ. ഒരു പ്രശ്നവുമില്ല. താത്തിക്ക് കറക്കിക്കേ, ഒന്ന് കറക്കിക്കേ. അരി ആട്ടുന്ന പോലെ കറക്കി. ഒരു പ്രശ്നവും ഇല്ല. ഇങ്ങോട്ട് നോക്കി. ഒരു പ്രശ്നവും ഇല്ല. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് സത്യം. ഈ സത്യം നിങ്ങൾ ഇന്ന് കേൾക്കാനിടയായല്ലോ. നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കൊരു കാര്യം ഉറപ്പാണ്. ഇന്ന് ഈ സ്വാതന്ത്ര്യം
ദൈവവചനത്താൽ ജനിച്ച നിങ്ങൾ, വചനത്താൽ ജീവിക്കുന്ന സ്വാതന്ത്ര്യം അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. സ്വീകരിക്കുക. പിതാവേ, ഈ സമയത്ത് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ സകലവും ചെയ്ത യേശുവിനെ വിശ്വസിച്ചപ്പോൾ ഞങ്ങൾ ദൈവവചനത്താൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ഭാവി, ഞങ്ങളുടെ ഭൂതം, ഞങ്ങളുടെ വർത്തമാനം അത് മുഴുവൻ ഇനി വചനമാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. വചനത്തിൽ പറഞ്ഞ മുഴുവൻ ഐശ്വര്യങ്ങളും, മുഴുവൻ നന്മകളും, മുഴുവൻ ഉയർച്ചകളും ഈ നിൻ്റെ മക്കളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വന്നു വീഴട്ടെ. അതിനായിട്ട് ഈ സമയത്ത് തന്നെ ഞാൻ സ്തോത്രം ചെയ്യും. കർത്താവ് ചെയ്ത് കഴിഞ്ഞതാ ക്രൂശിൽ. അതിൻ്റെ ഐശ്വര്യം നിൻ്റെ മക്കൾ അനുഭവിക്കട്ടെ. അതിനായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഉറപ്പോടെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നത്. സാക്ഷ്യങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്. ഓഫീസ് നമ്പറിൽ വിളിച്ചാട്ടെ. സ്തോത്രം.